ഹൗ ടു ജോയിൻ ആർമി ഡെൻ്റൽ കോർ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് MDS എക്സാം കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ആർമിയിൽ എങ്ങനെ ഡെൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓൾസോ BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ആർമിയിലെ ഡെൻറ്റിസ്റ്റുകൾക്ക് എങ്ങനെ അവിടെ ഡെൻറ്റിസ്റ്റായിട്ട് സെർവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എല്ലാവർക്കും അറിയാം ആർമി നമ്മൾ ഒരു നാഷണൽ സെർവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആർമിയിൽ അണ്ടർ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓൾസോ അതൊരു ഡോക്ടറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് പാറ്റേൺ ആണ് ആർമിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആർമി ഡെൻ്റൽ കോറിൽ അഡ്മിഷൻസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വലി അതിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ മെമ്മോ ഒക്കെ വരുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂൺ എന്നുള്ള സമയത്താണ് യൂഷ്വലി എന്ത് വരാറ്, ഇതിൻ്റെ ഒരു അഡ്മിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂസൊക്കെ യൂഷ്വലി അനൗൺസ് ചെയ്യാറ്, മറ്റേ വേക്കൻസീസ് ഒക്കെ അനൗൺസ് ചെയ്യാറ്. നമുക്കൊരു 20 to 65 വേക്കൻസീസ് എന്തുണ്ട് ആർമിയിൽ അണ്ടറിൽ ഡെൻറ്റിസ്റ്റുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പ്യുവർലി ബേസ്ഡ് ഓൺ നിങ്ങളുടെ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടാണ്, അതായത് നീറ്റ് MDSൻ്റെ സ്കോർ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻസ് കിട്ടുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 55% നിങ്ങളുടെ BDS മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓൾസോ നിങ്ങളൊരു നോട്ട് ഓൾഡർ ദാൻ 45 ഇയേഴ്സ് ഓഫ് December 31st എന്നുള്ളതാണ് ക്രൈറ്റീരിയ. നിങ്ങൾ 45 വയസ്സിൽ താഴെ ആവണം എന്നാണ് അതിൻ്റെ ഒരു, അല്ലെങ്കിൽ 45 വയസ്സോ അല്ലെങ്കിൽ 45 വയസ്സിനോ താഴെ ആവണം എന്നുള്ളതാണ്. ഓരോ ഇയറിലെയും ആ ഒരു December 31st സമയപരിധിയിൽ നിങ്ങൾ ആ ഒരു ഏജ് ലിമിറ്റിലാവണം എന്നുള്ളതാണ്. നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റഡ് ആയിരിക്കണം. ഓൾസോ നിങ്ങൾ സ്റ്റേറ്റ് ഡെൻ്റൽ കൗൺസിൽ അണ്ടർ രജിസ്ട്രേഷൻ വേണം. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്നുള്ളതും പിന്നെ മെഡിക്കലി ഫിറ്റ് ആവണം എന്നുള്ള കാര്യം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ ആണ്. നിങ്ങളെ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതാവും, നിങ്ങളെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നീറ്റ് സ്കോർ പല സമയങ്ങളിലും നല്ല സ്കോറുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ കുറച്ച് താഴ്ന്ന സ്കോറുള്ള ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂവിന് അവർ പരിഗണിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് MDS ഡിഫറൻറ്റ് കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു പോയ ആൾക്കാർ അല്ലെങ്കിൽ ഇതിന് താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഡിഫറൻറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചും കൂടി താഴ്ന്ന റാങ്കിലൊക്കെ ഡെൻ്റൽ ആർമി കോപ്സിലോട്ട് അവർ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കാറുണ്ട് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അതിൻ്റെ ലൊക്കേഷൻ ന്യൂഡൽഹിയിലാണ് ഉണ്ടാവാറ്. അതിൻ്റെ ഒരു 5 to 7 ആർമി ഓഫീസേഴ്സ് ഇരിക്കുന്ന ഒരു പാനലാണ് എന്തെന്നുണ്ടാവുക ഇതിലൊരു ഇൻ്റർവ്യൂവിന് ഉണ്ടാവുക എന്നുള്ളത്. ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് അവർ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി ബാക്ക്ഗ്രൗണ്ട് അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. കാര്യം ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഓൾസോ നിങ്ങളുടെ ഡെൻ്റൽ നോളജ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ കോർ സ്കില്ല്, അത് നമ്മുടെ ഡെൻ്റൽ റൂഫിൻ്റെ അടിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും അവർ ചോദിക്കുന്നുണ്ടാവും. ഓൾസോ നിങ്ങളുടെ ജനറൽ നോളജ്, അത് പ്യുവർലി ബേസ്ഡ് ഓൺ കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ ആർമിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ടാവുക ഇൻ്റർവ്യൂവിൽ നോക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. വൺസ് നിങ്ങൾ ഇൻ്റർവ്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ മെഡിക്കൽ ടെസ്റ്റിന് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ മെഡിക്കൽ ടെസ്റ്റിൽ അവർ ആക്ച്വലി നോക്കുന്നുണ്ടാവുക നിങ്ങളുടെ മെഡിക്കൽ കാര്യങ്ങളാവും, നിങ്ങൾ മെഡിക്കൽ എത്രത്തോളം ഫിറ്റ് ആണെന്നുള്ളതാണ്. അതിൽ അവർ കുറച്ച് കാര്യങ്ങൾ വളരെ കീ ആയിട്ട് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഐസ് നോക്കും. ഐസിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കളർ ബ്ലൈൻഡ്നെസ് ഈസ് എ കോസ് ഓഫ് പെർമനൻറ്റ് റിജക്ഷൻ. കളർ ബ്ലൈൻഡ്നെസ്സിൽ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെർമനൻറ്റ് റിജക്റ്റഡ് ആവും. റീസെൻറ്റ് ലാസിക് മേ ലീഡ് ടു ടെമ്പററി റിജക്ഷൻ. പെർമനൻറ്റ് റിജക്ഷൻ ഉണ്ട്, ടെമ്പററി റിജക്ഷൻ ഉണ്ട്. ഈ പെർമനൻറ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആ ഒരു വർഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ടെമ്പററി റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു മെഡിക്കൽ കണ്ടീഷനെ നിങ്ങൾ പ്രോപ്പർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൾസോ എക്സ്ട്രീം മയോപ്പിയ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പെർമനൻറ്റ് റിജക്ഷൻസിലോട്ട് പോകുന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങളെ ഡെൻ്റൽ ഹെൽത്തിൽ തന്നെ അവർ ആക്റ്റീവ് ലീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഓൾസോ റീസ്റ്റോറേഷൻ, ഇംപ്ലാൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എന്തില്ല, പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള ലീഷൻസ് ഒക്കെ ഒഴിവാക്കി എല്ലാം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ജനറൽ ആയിട്ടുള്ള അസസ്മെൻറ്റ്സും അതുപോലെ തന്നെ സർജൻ സൈഡിൽ നിന്നുള്ള അസസ്മെൻറ്റ്സും, നിങ്ങൾക്ക് എന്തെങ്കിലും ബോൺ ഡിഫക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഡിഫക്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായി ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഓൾസോ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് മെയിൻ്റനൻസ്, ബ്ലഡ് പ്രഷർ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള റുട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ മെഡിക്കലിലോട്ടാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുക. ഇൻ്റർവ്യൂ ആക്ച്വലി നടക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, മെഡിക്കലിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. ആഫ്റ്റർ മെഡിക്കൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, റിസൾട്ട് അനൗൺസ്മെൻ്റ് ആണ് സംഭവിക്കുന്നുണ്ടാവുക.
ഇതിൽ തന്നെ റിസൾട്ടിൽ നിങ്ങൾ ഐ മീൻ നിങ്ങൾ വെബ്സൈറ്റ് വഴിയാവും അതെന്നുണ്ടാവുക. ഈ വേക്കൻസി ബേസ് ചെയ്തിട്ട് അവർ എന്തുണ്ടാവും, ഒരു ലിസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടിൻ്റെ ഏരിയ ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ഡെൻ്റൽ കരിയർ ആർമി ഡെൻ്റൽ കോറിൽ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ADCയിൽ സർവീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഇത് ഉണ്ടാവുക. ഇനീഷ്യലി 5 വർഷത്തോട്ട് നിങ്ങൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന നിലയിലാണ് ഉണ്ടാവുക. നിങ്ങൾ വർക്ക് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് എക്സ്റ്റെൻഡ് അപ് ടു 5 ഇയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് സാധ്യതകൾ അനുസരിച്ച് വീണ്ടും 4 ഇയേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ടോട്ടൽ 14 ഇയേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ അണ്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എങ്ങനെയാണ് പെർമനൻറ്റ് കമ്മീഷനിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെർമനൻറ്റ് കമ്മീഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ നിങ്ങൾ 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെർമനൻറ്റ് കമ്മീഷനിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 2 years ഓഫ് SSC സർവീസ്, ഏജ് ബിലോ 30 years ഫോർ BDS ഗ്രാജുവേറ്റ്സ്, ബിലോ 35 years ഫോർ MDS ഗ്രാജുവേറ്റ് എന്നുള്ളതാണ്. BDS ഗ്രാജുവേറ്റ്സ് ഹൂ സെക്യൂർ എ പെർമനൻറ്റ് കമ്മീഷൻ ക്യാൻ അപ്ലൈ ഫോർ എ MDS ത്രൂ ആർമി ഡെൻ്റൽ കോഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആർമിയുടെ അണ്ടറിൽ MDS കോളേജിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, MDS ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ 2 വർഷം ഷോർട്ട് സർവീസ് കമ്മീഷൻ അണ്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു MDS സാധ്യത ആർമി ഡെൻ്റൽ കോറിൽ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാവും ആർമിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് യൂണിഫോംഡ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫാവും എന്തുണ്ടാവുക ആർമിയിൽ ഉണ്ടാവുക. വളരെ സ്ട്രക്ചേർഡ്, അടിപൊളി ഇൻ ദ സെൻസ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലൈഫാവും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഇതാണ് ആർമി ഡെൻ്റൽ കോറിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആർമി പോലത്തെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ആർമി പോലത്തെ ഏരിയയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ നീറ്റ് MDS സ്കോർ ബേസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ആർമി ഡെൻ്റൽ കോർ എന്നുള്ളത്. യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യാൻ, ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് അതനുസരിച്ച് വർക്ക് ചെയ്യുക.